രാജ്യത്തിന്റെ ദേശീയദിനം ഗംഭീരമായ ആഘോഷ ചടങ്ങുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ജീവിതോപാധി കണ്ടെത്താനുള്ള വഴികൾ തെളിയുകയാണ്. അതിലൊന്നാണ് വാഹനങ്ങളിൽ ദേശീയ പതാകകളും മുദ്രകളും ഭരണാധികാരികളുടെ ചിത്രങ്ങളും പതിക്കുന്നത്. ഇവർക്ക് വലിയ തിരക്കാണിപ്പോൾ. രാത്രിയും പകലും അധ്വാനിച്ചാണ് ഇവർ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിക്കുന്നത്. ഒരു വാഹനം മുഴുവനായും സ്റ്റിക്കർ ചെയ്യുന്നതിന് 1000 മുതൽ 10,000 ദിർഹത്തോളം ചെലവ് വരും. വൺ വേ വിഷൻ സ്റ്റിക്കർ, വിനയൽ, കാർബൺ ഫൈബർ സ്റ്റിക്കർ, പതാകകൾ, ദേശീയ പതാകയുടെ വണ്ണങ്ങളിലുള്ള അലങ്കാര വസ്തുക്കൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ സ്റ്റാഫ്, അതായത് നമ്മുടെ ജോലിക്കാർ രായും പകലും അധ്വാനിച്ച് ചെറുതും വലുതുമായ ഇന്ത്യക്കാരായ ആൾക്കാരും കേരളീയരും വന്ന ആവശ്യപ്പെടുന്നതനുസരിച്ച് ചെറിയ തുകയ്ക്കുള്ളതായാലും വലിയ തുകയ്ക്കുള്ളതായാലും ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് അത്യുത്സാഹമായി ഞങ്ങളുടെ സ്റ്റാഫുകൾ രായും പകലും കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സാമ്പത്തിക ലാഭം മാത്രമല്ല ഇതെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും രാജ്യത്തൊട്ടാകെ വരുന്നുള്ളവർ അഭയം കൊടുക്കുന്ന രാജ്യമായതുകൊണ്ട് അവർ ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു അവസരമായി എന്ന് കണക്കാക്കിക്കൊണ്ടാണ് രായപകലും ഞങ്ങൾ ഈ ജോലികൾ ചെയ്ത് തീർക്കുന്നതും. വർഷത്തിൽ വീണ് കിട്ടുന്ന ഈ ആഘോഷങ്ങളിൽ കഠിനാധ്വാനത്തിലൂടെ വന്നിച്ചേരുന്നത് ഒരു വലിയ തുകയായിരിക്കില്ല. വലിപ്പം കുറഞ്ഞ തുകയ്ക്കപ്പുറം ഒരു വലിയ രാജ്യത്തിന്റെ ആഘോഷത്തിൽ പങ്കാളിയാകുന്നതിന്റെ ചാരിതാർത്ഥ്യമാണ് ഇവരുടെ മനസ്സ് നിറയ്ക്കുന്നത്. വിദേശികളും സ്വദേശികളും ഒന്നായി ഒത്തുചേർന്ന് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് 40ാം ദേശീയ ദിനം ആഘോഷിക്കുന്നത്. തലസ്ഥാന നഗരമായ അബുദാബിയിൽ നിന്നും ക്യാമറമാൻ സമീർ കല്ലോടൊപ്പം സിബി കടവിൽ, ജീവൻ ന്യൂസ്.